ഹലോ ഗൈസ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗോവിന്ദ് എല്ലാ സത്യങ്ങളും അറിയുന്ന നിമിഷങ്ങൾ, അതേ കൂട്ടുകാരെ നമ്മുടെ വെങ്കടേഷും വിജയലക്ഷ്മിയും കൂടെ സത്യങ്ങൾ തുറന്നടിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഗോവിന്ദ് വിളിച്ചിട്ട് നമ്മുടെ ഗീതുവിനോട് പറയുന്നുണ്ട്, വെങ്കടേഷ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തെ പോയൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗീതു പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അമ്മയും കൂട്ടാം, അമ്മയ്ക്കൊരു സർപ്രൈസ് ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദിന്റെ ലക്ഷ്യവും അത് തന്നെയായിരിക്കും. ലാസ്റ്റ് ഇവർ മൂന്നുപേരും കൂടി പോകും കേട്ടോ. പോകുന്നതിന് മുമ്പ് നമ്മുടെ രാധികാമ്മയ്ക്കായിട്ട് ചെറിയൊരു ഉടക്കൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അതിന് പിന്നാലെ നമ്മുടെ ഗോവിന്ദും ഗീതുവും വിജയലക്ഷ്മിയും കൂടെ നമ്മുടെ വെങ്കടേഷ് സാറിനെ കാണാൻ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വെങ്കടേഷിനെ കണ്ട് നമ്മുടെ വിജയലക്ഷ്മി ആകപ്പാടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ വിജയലക്ഷ്മി അപ്പൊ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹവുമായിട്ട് എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടു പോയത് എന്ന് നമ്മുടെ വിജയലക്ഷ്മി ഗോവിന്ദനോട് പറയുന്നുണ്ട്. അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്കറിയാം അമ്മ ഈ കള്ളക്കഥയെ പറയൂ എന്ന് എനിക്കറിയാം, എന്നിട്ട് ഈ കഥ സത്യമാണോ സാറേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വെങ്കടേഷിനോട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. അപ്പൊ വെങ്കടേഷ് പറയുന്നുണ്ട്, ഇല്ല, വിജയലക്ഷ്മി പറഞ്ഞത് കള്ളമാണ്. ഞാനും വിജയലക്ഷ്മിയും 10-30 കൊല്ലം മുമ്പുള്ള പരിചയമാണ്. വിജയലക്ഷ്മിയോട് എല്ലാം പറയുമായിരുന്നു. ഗോവിന്ദ് മാധവിന്റെ ആ ഒരു രാധികയുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധം പോലും വിജയലക്ഷ്മി എന്നോട് പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനിയും കഥ ബാക്കിയുണ്ട് കേൾക്കാൻ വേണ്ടി. അപ്പൊ ഇതിൽ ആരൊക്കെയായിരിക്കും തെറ്റുകാര്? നമ്മുടെ വെങ്കടേഷിന്റെ കയ്യിൽ നിന്നും ഇനി ആരാണ് യഥാർത്ഥ കുറ്റക്കാര് എന്ന് നമ്മുടെ ഗോവിന്ദ് അറിയുന്ന നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ കൂട്ടുകാരെ ഗീതാ ഗോവിന്ദത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.